ആരോഗ്യമേഖലയിലെ ഉന്നതതല അന്വേഷണ റിപ്പോർട്ടുകൾ പ്രഹസനം. മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല എങ്കിലും ഒരു റിപ്പോർട്ട് പോലും വെളിച്ചം കാണുന്നില്ല. SIT ആശുപത്രിയിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സമഗ്ര സാങ്കേതിക സമിതി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സമിതി അംഗങ്ങളെ പോലും ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. കേരളത്തിലെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വീഴ്ചകൾ ഒട്ടനവധിയാണ്. വലത്തെ കാലിന് പകരം ഇടതുകാൽ, ഇടതു കണ്ണിന് പകരം വലതു കണ്ണ്, മൂക്കിന് പകരം വയറ് എന്നിങ്ങനെ അശ്രദ്ധ മൂലം അവയവങ്ങൾ മാറി സർജറി നടത്തിയ സംഭവങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരിക്കുന്നതും അപൂർവമല്ല. ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചതും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂക്കിലെ രോഗത്തിന് രോഗിക്ക് വയറിൽ ശസ്ത്രക്രിയ നടത്തിയതും ICU പീഡനവുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം. ചികിത്സാ പിഴവിന്റെ പേരിൽ ആരോഗ്യവകുപ്പ് പലപ്പോഴും വിമർശന വിധേയമാകാറുണ്ടെങ്കിലും സംഭവം അന്വേഷിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡിനെയോ വിദഗ്ധ സമിതികളെയോ നിയോഗിക്കുന്നതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാറില്ല. ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും വെളിച്ചം കാണാറില്ല. ഡോക്ടറുടെയോ ആശുപത്രി അധികൃതരുടെയോ ഭാഗത്ത് നിന്ന് പിഴവ് ബോധ്യപ്പെട്ടാൽ പോലും അതിനനുസൃതമായ നടപടി ഉണ്ടാകാറുമില്ല. ചികിത്സാ പിഴവുകൾ നിരന്തരം ആവർത്തിക്കാൻ കാരണം ഇതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഡോക്ടർമാരുടെയോ നഴ്സിന്റെയോ മറ്റ് ആശുപത്രി ജീവനക്കാരുടെയോ ഭാഗത്തു നിന്ന് ചികിത്സയിൽ അശ്രദ്ധയും ഉദാസീനതയും പ്രകടമാകാതിരിക്കാൻ കർശന നടപടി ആവശ്യമാണ്. തിരുവനന്തപുരം SIT ആശുപത്രി 4 മണിക്കൂർ ഇരുട്ടിലായ സംഭവത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും സമഗ്ര സാങ്കേതിക സമിതിയെ പോലും ആരോഗ്യവകുപ്പ് രൂപീകരിച്ചിട്ടില്ല. ജനം, തിരുവനന്തപുരം.